السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. നിലാപുലർച്ചകളിൽ ഹിമഗണം വീണുണരുന്ന പ്രസന്ന പ്രഭാതം പോലെ ഹൃദയത്തിന്റെ പാരുഷ്യങ്ങളിലും കാലുഷ്യങ്ങളിലും തകർത്ത് തിമർത്ത് പെയ്യുന്ന റഹ്മത്തിന്റെ പേമാരി പോലെ പ്രകാശവർഷം പോലെ ബഹുകോടി ജനങ്ങളുടെ സമുദ്ര സമാനമായ ആഴങ്ങളിൽ നവാനന്ദ പ്രവാഹമായി സർവലോകങ്ങളുടെയും കാരുണ്യമായി തിരുദൂതരുടെ നനവുള്ള ഓർമ്മകൾ തിരമാല കണക്കെ അലയടിക്കുന്ന ഈ സംഗമം ഇവിടം മൺതരികൾ പോലും കഴിഞ്ഞുപോയ വർഷങ്ങൾക്കിടയിൽ ഇത്രമാത്രം സന്തോഷിച്ച ഒരു ദിവസം ഉണ്ടായിട്ടുണ്ടാവില്ല. ഈ കാറ്റലകൾക്ക് പോലും എന്തൊരു മാധുര്യമാണ്. തിരു ഹബീബിന്റെ പവിത്രമായ നറുമണം വഹിക്കുന്ന സുഗന്ധം 1500 വർഷങ്ങൾക്കിപ്പുറവും ആ പവിത്രമായ ഓർമ്മകൾക്ക് മുമ്പിൽ നയനങ്ങൾ സജരങ്ങളാവുകയാണ്. ചുണ്ടുകൾ വിതുമ്പി വിറക്കുകയാണ്. ഹൃദയങ്ങൾ മഞ്ഞുമല പോലെ ഉരുകി ഒലിക്കുകയാണ്. ആ ചരിത്ര പുരുഷൻ ലോകത്ത് കഴിഞ്ഞു പോയിട്ട് യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് സുവർഗത്തിന്റെ മെഹ്റാബിൽ സ്വർണ്ണ ലിപികളാൽ എഴുതി വെച്ച പവിത്രമായ പേര്, ഹർഷിന്റെ മഹത്തരമായ തൂണി, കനകലിപികളാൽ എഴുതപ്പെട്ട ആ തിരുനാമം ബഹുമാനിച്ച് ഉല്ലേപനപരമായി ചരിത്രത്തിൽ അതിടം പിടിച്ചുകൊണ്ടേയിരിക്കുന്നു. പറുദീസയിലുണ്ടൊരു മുല്ല, പരിപാവനമായോരസർമുല്ല, പരിശോഭിതമാണ് നബിയുള്ള പാലിൽ പരിശുദ്ധ റസൂലോനെ പറുദീസയിലുണ്ടൊരു മുല്ല, പരിപാവനമായോരസർമുല്ല, പരിശോഭിതമാണ് നബിയുള്ള പാലിൽ പരിശുദ്ധ റസൂലോനെ തനിയാമിനാബിതൻ തരുളാറ്റൽ പോയേ ഹലിമ പോറ്റിയ വിശുദ്ധ നിലാവേ, നബിയായ അവസാനം അവതരിച്ചോരേ, നബിയായ അവസാനം അവതരിച്ചോരേ, ബാരിദിൻ റഹ്മത്താൽ പിറന്ന നിലാവേ, യാ റസൂൽ आप पर ताजदार मदीना, रसूल आप पर ताजदार मदीना. സ്വലാത്തിന്റെ മഹത്വം ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ലല്ലോ. മറ്റുള്ള ഒരു ആരാധനയെ കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടില്ല. ഞാൻ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അത് ചെയ്യണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു
കാര്യത്തിലല്ലാതെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ചെയ്തോളെ, സ്വലാത്തിലല്ലാതെ, ആ ഒരൊറ്റ സ്വലാത്തിന്റെ കാര്യത്തിൽ മാത്രം. യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ സ്വല്ലൂ അല്ലാഹുമ്മ സ്വല്ലി. പടച്ചോനെ, ആ പണി എന്നെ കൊണ്ടാകൂല പടച്ചോനെ, അത് എനിക്ക് സാധിക്കില്ല പടച്ചോനെ. അതുകൊണ്ട് പടച്ചവനെ നീ ആ റസൂലിന്റെ മേൽ സ്വലാത്ത് ചൊല്ലി പടച്ചവനെ. ആ ദൗത്യം ഞാൻ നിന്നിൽ ഏൽപ്പിക്കുകയാണ്. നിന്റെ ഹബീബിന്റെ മേൽ നീ തന്നെ സ്വലാത്ത് ചൊല്ലണം. എത്ര വിശാലമായ അർത്ഥമാണ് അതിനുള്ളത്. ആർക്കു വേണ്ടിയാണോ സഹസ്രകോടി വർഷങ്ങളായി ഈ പ്രപഞ്ചം കാത്തിരുന്നത്, ഉന്നതമായ സ്വർഗീയ ലോകം ആർക്കു വേണ്ടിയാണോ അണിഞ്ഞൊരുങ്ങിയത്, അത് പ്രവാചകന് വേണ്ടിയാണ്. അവിടുത്തെ റസൂലിലേക്കുള്ള പാതയ്ക്ക് വേണ്ടിയാണ്. ओ जिसके लिए महफिल कोनेन सजी है, फिरदौस बनी जिसके वसीले से बनी है। ओ जिसके लिए महफिल कोनेन सजी है, फिरदौस बनी जिसके वसीले से बनी है। ओ हाशमी ജീവിത ത്യാഗങ്ങളും പ്രതിസന്ധികളും പേറിയൊരു മനുഷ്യൻ, അതൊരു പ്രവാചകനുണ്ടായിരുന്നു. മക്കയിൽ പിറവിയെടുത്തു. ആ പൊന്നുമോനെ കാണാൻ ബാബ അബ്ദുള്ള അന്ന് ജീവനോടെ ഇല്ലായിരുന്നു. പിന്നീട് ഓർമ്മകൾ പിച്ചു വെച്ച് നടന്നു തുടങ്ങിയപ്പോഴേ 6-ാമത്തെ വയസ്സിൽ അബവാ എന്ന് പറയുന്ന ഒരു ദേശത്ത് വെച്ച് പൊന്നുമോന്റെ കൺമുന്നിൽ വെച്ചുകൊണ്ട് ആമിന എന്ന് പറയുന്ന ആ പ്രവാചകന്റെ ഉമ്മ രോഗബാധിതയായി മരിച്ചു. എന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകനെ, ആ മനുഷ്യനെ തന്റെ അനുധാവനങ്ങൾക്കനുസൃതമായി ആ മനുഷ്യനെ തിരഞ്ഞെടുത്തു. തന്റെ ഇഷ്ടദാസനായി വഹീനെ തിരഞ്ഞെടുത്തു. അന്ന് പ്രവാചകന് എല്ലാവരിൽ നിന്നും ഏകനായി, നിമഗ്നനായി, ആരാധനാ നിമഗ്നനായി ഗുഹയിൽ വസിക്കുമായിരുന്നു. നബിയെ, അങ്ങ് സർവ കേദാരങ്ങളുടെയും കേദാരമാണ്, സർവ നന്മകളുടെയും ഉറവിടമാണ്.
സർവ സുഹൃത്തുക്കളുടെയും അടിസ്ഥാനമാണ്. സൽഗുണങ്ങളുടെ സമഞ്ജമായ സമ്മേളനമാണ്. യാ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങയുടെ ഉമ്മത്തിന്റെ ഒരു ഭാഗമായി ഞാൻ ജനിച്ചു. എനിക്ക് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് എത്ര വലിയ ആനുകൂല്യങ്ങൾ നബിയെ അങ്ങ് കാരണമായി എനിക്ക് ലഭിച്ചു. യാ നബി, ആ ഉമ്മത്തിന്റെ ഭാഗമായി അങ്ങ് ഞങ്ങളെ തിരഞ്ഞെടുത്തു. ആ ഉമ്മത്തിനെ അങ്ങ് തിരഞ്ഞെടുത്തതിന് അങ്ങയോട് എങ്ങനെയാണ് ഞാൻ നന്ദി പറയേണ്ടത്? അങ്ങനെ ഒരു ദിവസം മരണമാലാക അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് നബിയോട് ചോദിക്കുന്നുണ്ട്, നബിയെ, അങ്ങേക്ക് റഫീഖുൽ അഅല വേണോ? അല്ലാഹുവിനോടുള്ള ഏറ്റവും അടുത്ത സമീപനം വേണോ? അതോ കലാകാലം ഈ ഉമ്മത്തുകൾക്കിടയിൽ, ഈ ഉമ്മത്തിന്റെ പ്രവാചകനായി ഇവർക്കിടയിൽ അങ്ങേക്ക് വസിക്കണമോ നബിയെ എന്ന് അസ്രായീൽ ചോദിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട്, എനിക്ക് അല്ലാഹുവിന്റെ ഹദറത്തിലേക്ക്, അല്ലാഹുവിനോടുള്ള ഏറ്റവും അടുത്തുള്ള സാമീപ്യം മാത്രം മതി. അങ്ങനെ എനിക്ക് എന്റെ ഉമ്മത്തിന്റെ മരണത്തിന്റെ വേദനയുടെ പകുതി ഭാരം കൂടി എനിക്ക് തന്നോളും, ഞാനത് വഹിച്ചുകൊള്ളും. മദീന മുനവ്വറയിൽ മയങ്ങുമെൻ ത്വാഹ റസൂലുള്ളാഹ്, വഫാത്തിൻ സമയത്തും ഉമ്മത്തിനെ ഓർത്ത് വിതുമ്പിയൽ ത്വാഹ റസൂലുള്ളാഹ്. മദീന മുനവ്വറയിൽ മയങ്ങുമെൻ ത്വാഹ റസൂലുള്ളാഹ്, വഫാത്തിൻ സമയത്തും ഉമ്മത്തിനെ ഓർത്ത് വിതുമ്പിയൽ ത്വാഹ റസൂലുള്ളാഹ്, വിതുമ്പിയൽ ത്വാഹ റസൂലുള്ളാഹ്. ആ തിരുദൂതരെ മനാവിൽ ദർശിക്കണം അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. റഹ്മതിക യാ റഹ്മാൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.